പ്രഭാതവന്ദനങ്ങൾ. പ്രിയമുള്ളവരെ, മോർണിംഗ് ഡ്യൂയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ ഒന്ന് പഠിക്കുവാൻ പോവുകയാണ്. അത്ഭുതങ്ങൾ കണ്ടാൽ ആളുകൾ വിശ്വസിക്കുമോ? നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്തയാണ്, അസാധാരണമാകുന്ന വീര്യപ്രവർത്തികൾ നടക്കുകയാണെങ്കിൽ, അപ്രകാരം ദൈവമഹത്വം വെളിപ്പെടുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ യേശുവിനെ പിൻപറ്റും. അത് സത്യമാണോ? യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, യേശു കർത്താവ് ചെയ്ത 7 അടയാളങ്ങൾ താൻ മരിക്കുന്നതിനും പുനരുദ്ധാനം പ്രാപിക്കുന്നതിനും മുമ്പ് തന്നെ ദൈവപുത്രനിൽ നിന്ന് തെളിയിക്കത്തക്കവണ്ണം വ്യക്തമായി തൻ്റെ ശക്തി, തൻ്റെ വ്യക്തിത്വം വെളിവാക്കുന്ന 7 അത്ഭുതങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്. ഈ 7 അത്ഭുതങ്ങളിൽ ഏറ്റവും അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ലാസറിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ്. മരിച്ച് 4 നാളായ ശേഷം ലാസർ ഉയർത്ത സംഭവമാണ് ഇതിൽ 7ാമത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ അത്ഭുതം നടന്ന ശേഷം ജനത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു, യഹൂദന്മാരുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് പഠിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുവാനിടയായി തീരും. അത്ഭുതങ്ങൾ ആരെയെങ്കിലും മാനസാന്തരത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷയിലേക്ക് നയിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ധാരണ വലിയ അത്ഭുതങ്ങൾ കണ്ടാൽ ജനം മാനസാന്തരപ്പെടും, യേശുവിനെ സ്വീകരിക്കുവാനിടയായി തീരും. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ ഉയർപ്പിന് ശേഷം പറയുന്ന വാക്കുകൾ അടുത്ത പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. പിന്നീട് പറയുന്നത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ചില കാരണങ്ങളാണ്. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും കൈവശമാക്കും എന്ന് പറഞ്ഞു. യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാനാണ് ഈ വലിയ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ശ്രമമെന്ന് പറയുന്നത്. പിന്നീട് ആ അധ്യായത്തിൽ തന്നെ നമ്മളിങ്ങനെ കാണുന്നു, അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരികെ എഫ്രായിം എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. നോക്കണം, വലിയ അത്ഭുതം നടന്ന ശേഷം, മരിച്ച് 4 നാളായ മനുഷ്യൻ ഉയർത്ത ശേഷം ഇവരെല്ലാം യേശുവിനെ പിൻപറ്റുകയല്ല ചെയ്യുന്നത്. അടുത്ത അധ്യായം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. 12-ാമത്തെ അധ്യായം. അവിടെ നമ്മൾ കാണുന്നത്, യേശു ബഥാനിയയിലെത്തിയെന്നറിഞ്ഞിട്ട് വലിയ പുരുഷാരം യേശുവിനെ കാണുവാൻ വന്നു. യേശുവിനെ കാണുവാൻ വേണ്ടി മാത്രമല്ല, 9-ാം വാക്യവും 10-ാം വാക്യവും വായിക്കുമ്പോൾ, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാനായിട്ടും കൂടെ വന്നു. നോക്കണമേ, ലാസറിൻ്റെ ഉയർപ്പ് നടന്ന ശേഷം ലാസർ ഇപ്പോൾ ഒരു അത്ഭുത വിഷയമായിരിക്കുകയാണ്. അനേക യഹൂദന്മാർ യേശുവിൽ വിശ്വസിക്കുകയാൽ. എന്തുകൊണ്ട്? ലാസറിൻ്റെ ഉയർപ്പ് കൊണ്ട്. 11-ാമത്തെ വാക്യം, ലാസറേയും കൊല്ലണം എന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. എത്ര ദുഃഖകരമാകുന്ന ഒരു സത്യം! ലാസർ മരിച്ച് 4 നാളായ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നിട്ടും ഒരു ന്യൂനപക്ഷം യേശുവിൽ വിശ്വസിച്ചുവെങ്കിലും ഭൂരിപക്ഷം മത മേലധ്യക്ഷന്മാർ, പരീശന്മാർ, മഹാപുരോഹിതന്മാർ ഇവരൊക്കെ യേശുവിനെ മാത്രമല്ല, യേശു ഉയർപ്പിച്ചതിൻ്റെ തെളിവാകുന്ന ലാസറിനെ കൂടെ തുടച്ചു മാറ്റണം എന്ന് ചിന്തിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളൊക്കെ ചിന്തിച്ചതുപോലെയല്ല കാര്യങ്ങൾ. അത്ഭുതങ്ങൾ കണ്ടാൽ ആരും മാനസാന്തരപ്പെടത്തില്ല. അത്ഭുതങ്ങൾ കണ്ടാൽ ആരും വിശ്വാസത്തിൽ വരത്തില്ല. പിന്നെ വിശ്വാസത്തിൽ ഒരു വ്യക്തി വരുന്നത് ഒരു വലിയ ദൈവകൃപയുടെ വ്യാപാരമാണ്. കേൾക്കുന്ന വചനം ഒരു ഹൃദയത്തിൽ പ്രവർത്തിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ ക്രിയ ചെയ്യുമ്പോൾ, അകത്തെ കണ്ണുകളെ കർത്താവ് തുറക്കുമ്പോൾ, അപ്രകാരം മാത്രമാണ് ഒരു വ്യക്തി യേശുവിനെ പിൻപറ്റുന്നത്. അല്ലാതെ എന്തെങ്കിലും അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ വാക്കുകൾ കേട്ടതുകൊണ്ടോ ആരും വിശ്വാസത്തിലേക്ക് വരികയില്ല. വിശ്വാസത്തിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ യേശു പത്രോസിനോട് പറഞ്ഞതുപോലെ, ശിമോനെ ബർയോന, ശിമോനെ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തി നൽകിയിരിക്കുകയാണ്. യേശുവിനെ അങ്ങനെ വെളിപ്പാട് പ്രാപിച്ചവർ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട്
സ്വീകരിച്ചവർ മാത്രമേ പിൻപറ്റുകയുള്ളൂ, യേശുവിനെ വിശ്വസിക്കുകയുള്ളൂ. ഇതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ, ഉൾക്കണ്ണുകളെ, അകക്കണ്ണുകളെ, ആന്തരിക കണ്ണുകളെ സ്വർഗത്തിലെ ദൈവം തുറക്കുവാൻ, സത്യം അറിയുവാൻ, ഓരോ വ്യക്തികളുടെ കണ്ണുകളും തുറക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലോ സ്നേഹിതരിലോ ആരെങ്കിലും ഇന്ന് വരെ വിശ്വാസത്തിൽ വന്നിട്ടില്ലെങ്കിൽ അവരെ ഒരു അത്ഭുതം കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരുപക്ഷെ അവർ യേശുവിനെ പിൻപറ്റിയെന്ന് വരികയില്ല. അത്ഭുതം കണ്ടിട്ട് വേണമെങ്കിൽ കൂടുതൽ തീക്ഷ്ണതയോട് ഈ മാർഗത്തെ എതിർത്തുന്നിരിക്കാം. പക്ഷേ കർത്താവ് അകക്കണ്ണുകളെ തുറന്നാൽ, അവരുടെ കണ്ണുകളെ അടച്ചിരിക്കുന്ന പിശാചിനെ, ശത്രുവിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ കഴിഞ്ഞാൽ ആ വ്യക്തി വേഗത്തിൽ തന്നെ യേശുവിനെ അനുഗമിക്കുന്ന ഒരു നല്ല ദൈവവേദിയിലെ തീരുവാനിടയെ തീരും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.